ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല കിട്ടിലും ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് റാഗി സ്മൂത്തിൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് ഫൈബറും പ്രോട്ടീനും ധാരാളം കാൽസ്യവും സിങ്കും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും പല അസുഖങ്ങൾ തടയാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ ഈ ഒരു സ്മൂത്തി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചിയാ സീഡ് ഒന്ന് കുതിർത്തിയെടുക്കുക. അതിനായിട്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ചേർത്ത് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കസ്കസ് എടുത്താലും മതിയാകും. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുതിർത്തിയെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർനൈറ്റും കുതിർത്തിയെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇത് ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെടുത്തുകയാണെങ്കിൽ തടി കുറയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി നല്ലതാണ്. ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുതിരാനായിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് ക്യാരറ്റും ബീട്രൂട്ടും കൂടെ വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ബീട്രൂട്ടും കൂടെ കുക്കറിൽ വേവിച്ചെടുത്തതിന് ശേഷം അതിന് വെള്ളം മാത്രമായിട്ട് എടുത്തുള്ളതാണ്. ഇനി കൂടെ തന്നെ ഇതിലേക്ക് 1/2 കപ്പ് നോർമലായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തീ ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ടുള്ള റാഗിയാണെന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിവിടെ നല്ല പോലെ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതായി ഒരു രീതിയിൽ. ഇനി ഈ ചൂടായിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇത് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചേർക്കാനായിട്ട്. റാഗി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട കുത്തുകയും ചെയ്യും. ഇനി നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കട്ടിയാക്കിയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് 3-4 ഈത്തപ്പഴം ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. കുരു കളഞ്ഞെടുത്തതിന് ശേഷം വേണം കട്ടാക്കി എടുക്കാനായിട്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഈ ഒരു സമയത്ത് ഡേറ്റ്സിൻ്റെ അളവ് കൂട്ടിയിട്ടെടുത്താൽ മതിയാകും. ഇനി ഷുഗർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഈത്തപ്പഴം ചേർത്ത് കൊടുക്കണ്ട. 1-2 മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നല്ല പോലെ ഒന്ന് തിക്കായിട്ട് വരട്ടെ. ഇത്രയും മതിയാകും. നല്ല പോലെ തിക്കായിട്ട് റാഗി നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒത്തിരി കട്ടിയാക്കി എടുക്കേണ്ട. ഈ ഒരു തിക്നെസ്സിൽ വേണം എടുക്കാനായിട്ട്. തണുത്ത് കഴിഞ്ഞാൽ നല്ല പോലെ കട്ടിയായിട്ട് വരും. തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിവിടെ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ തിക്കായിട്ടാകും ഉണ്ടാകുക. ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. ഇതിലേക്ക് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ നേന്ത്രപ്പഴത്തിൻ്റെ പകുതി ഇവിടെ നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവിയിൽ പുഴുങ്ങിയെടുത്താലും മതിയാകും. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 7 ബദാമും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ ബദാം ഇല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പാണെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാകും. ഇല്ലെങ്കിൽ ഏത് നട്ട്സ് ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് നല്ല പോലെ വേവിച്ചെടുത്തതും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയണ വരെ തന്നെ വേവിച്ചെടുക്കണം. കൂടെ തന്നെ ഒരു വലിയ ബീട്രൂട്ടിൻ്റെ പകുതിയും കൂടെ വേവിച്ചെടുക്കുക. രണ്ടും കൂടെ തൊലിക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് വേവിച്ചെടുത്തുള്ളതാണ്. അതും കൂടെ മിക്സിൻ്റെ ജാറിലേക്ക് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാലാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിവിടെ നല്ല പേസ്റ്റ് പോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയൊന്നായി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഒരു 1/4 കപ്പ് പാലും കൂടെ മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല തിക്കായിട്ടാണ് വേണ്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇത്രയും അധികം പാൽ ചേർത്ത് കൊടുക്കണ്ട. 1 കപ്പ് പാല് മാത്രം ചേർത്ത് കൊടുത്താലും മതിയാകും. ഒരു 4 ഗ്ലാസ്സിലേക്കുള്ള അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത മിക്സ് ഇത്രയും തിക്കായിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇതിനേക്കാളും കട്ടിയിലാണ് വേണ്ടുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ഒരു പാലിൻ്റെ അളവൊന്ന് കുറച്ചിട്ട് അടിച്ചെടുത്താൽ മതിയാകും. ഇതിലേക്ക് നേരത്തെ കുതിരായിട്ട് വെച്ചിട്ടുള്ള ഒരു ചിയാ സീഡ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാൻ ഇവിടെ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്.
നല്ല പോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾ കയ്യിൽ നട്ട്സോ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കൂടുതലായിട്ട് മധുരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. കുട്ടികളടക്കം ഇതിങ്ങനെ കുടിക്കും. പിന്നെ വളരെ അധികം ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒന്നാണ് റാഗി. ഷുഗർ, BP, അമിതവണ്ണം ഒക്കെ കുറക്കാൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ അതുപോലെ ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ രക്തക്കുറവിനും ഒരുപാട് സഹായിക്കും. പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ബീട്രൂട്ട് ബ്ലഡ് ഉണ്ടാകാനും അതുപോലെ സ്കിന്നിനും മുടിക്കും ഒക്കെ വളരെ നല്ലതാണ്. ഈത്തപ്പഴം ചീത്ത കൊളസ്ട്രോളിനെ കുറക്കാനും BP നോർമൽ ആകാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്